HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനാമിക, അതിഥി, ദിയ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. അവളെത്തി സഹസ്ര. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമം, കേസെടുത്തു പോലീസ്. ആക്കുളം കായൽ കേന്ദ്ര ഫണ്ടിൽ വെടിപ്പാക്കും, ടൂറിസം വികസനം ലക്ഷ്യം. ശ്രീനാരായണ ഗുരുജയന്തി. ഗുരുധർമ്മ പ്രചരണ സഭ 150 സമ്മേളനങ്ങൾ നടത്തും. വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്രം. ദുരിതബാധിതർക്കൊപ്പം കൈകോർക്കണം, പ്രകൃതിയുടെ മുന്നറിയിപ്പ് തിരിച്ചറിയണം, മാർത്തോമ മെത്രാപ്പോലിത്ത. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. അവളെത്തി സഹസ്ര. അമ്മത്തൊട്ടിൽ 1000ാമത്തെ കുഞ്ഞെത്തി. അവൾക്ക് സഹസ്ര എന്ന പേര് നൽകി. ചൊവ്വാഴ്ച പുലർച്ചെ 3:35 5 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ കണ്ടെത്തിയത്. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് അധികൃതർ അറിയിച്ചു. ശിശുക്ഷേമ സമിതി 75ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് 1000ാമത്തെ കുട്ടി എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. പുതിയ ഭരണസമിതിയുടെ കാലത്ത് 288 കുട്ടികളെ ദത്തു നൽകി. ചൊവ്വാഴ്ച മാത്രം 3 കുട്ടികളെ ദത്തു നൽകി. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമം, കേസെടുത്തു പോലീസ്. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമിച്ച 2 യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെ 2 അംഗ സംഘം ആക്രമിക്കാൻ ശ്രമിച്ചതായാണ് പരാതി. യുവാക്കൾ യാത്രക്കാരെ അസഭ്യം വിളിച്ചത് ഉദ്യോഗസ്ഥൻ തടഞ്ഞതാണ് ആക്രമണത്തിന് പ്രകോപനമായത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിമാറ്റി യുവാക്കൾ ബൈക്കിൽ സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞു. ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കേന്ദ്രീകരിച്ച് പ്രതികളെ കണ്ടെത്താൻ ശ്രമം തുടരുന്നതായി പോലീസ് അറിയിച്ചു. ആക്കുളം കായൽ കേന്ദ്ര ഫണ്ടിൽ വെടിപ്പാക്കും, ടൂറിസം വികസനം ലക്ഷ്യം. ടൂറിസം സാധ്യതകൾക്ക് വാതിൽ തുറന്നിട്ട് ആക്കുളം കായൽ വൃത്തിയാക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ DDPC സമഗ്ര പദ്ധതി വരുന്നു. കാലങ്ങളായി വേളി ആക്കുളം കായലിനെ മുടക്കിക്കിടക്കുന്ന മാലിന്യവും കുളവാഴയും ചെളിയും പൂർണ്ണമായും നീക്കം ചെയ്യുകയാണ് പദ്ധതിയിലൂടെ ചെയ്യുക. കുളവാഴയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും വളമായും ഉപയോഗിക്കാനാണ് ആലോചന. ശ്രീനാരായണ ഗുരുജയന്തി. ഗുരുധർമ്മ പ്രചരണ സഭ 150 സമ്മേളനങ്ങൾ നടത്തും. ശ്രീനാരായണ ഗുരുജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ഗുരുധർമ്മ പ്രചരണ സഭ 21 മുതൽ 27 വരെ വിവിധ ജില്ലകളിലായി 150 സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ശ്രീനാരായണ മാസാചരണത്തിൻ്റെയും ധർമ്മജയന്തിൻ്റെയും ഭാഗമായി 17 മുതൽ സെപ്റ്റംബർ 24 സ്വാമി ബോധാനന്ദയുടെ സമാധി ദിനം വരെ സംസ്ഥാനത്ത് 1000 പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കും. ശിവഗിരി മഠത്തിലെ പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷതയിൽ സഭയുടെ ഭാരവാഹികളുടെ യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം നഗരത്തിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രതിമ സ്ഥാപിക്കുക, ആരോഗ്യ സർവകലാശാലയ്ക്ക് ഡോക്ടർ പൽപ്പുവിൻ്റെ പേര് നൽകുക, പുതുതായി സ്ഥാപിക്കുന്ന മെഡിക്കൽ കോളേജിന് ഡോക്ടർ പൽപ്പുവിൻ്റെ പേര് നൽകുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു. വാഹന മോഡിഫിക്കേഷൻ പറ്റില്ല. വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്രം. കേന്ദ്രം നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള രൂപമാറ്റം സംസ്ഥാന സർക്കാർ അംഗീകരിച്ച വർക്ക്ഷോപ്പുകളിലോ സർവീസ് സ്റ്റേഷനുകളിലോ നടത്താം. രൂപമാറ്റം വരുത്തുന്നതിന് മുമ്പ് ഫോം 22C വഴി രജിസ്ട്രിംഗ് അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണം. മാറ്റങ്ങൾ വരുത്തിയ ശേഷം 14 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തണമെന്നതാണ് വ്യവസ്ഥയെന്നും വി. ശിവദാസൻ MPയുടെ ചോദ്യത്തിന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ രേഖാമൂലം മറുപടി നൽകി. ദുരിതബാധിതർക്കൊപ്പം കൈകോർക്കണം, പ്രകൃതിയുടെ മുന്നറിയിപ്പ് തിരിച്ചറിയണം, മാർത്തോമ മെത്രാപ്പോലിത്ത. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലും പ്രളയവും മൂലമുണ്ടായ ദുരന്തത്തിൽ ഭൂരിതമനുഭവിക്കുന്നവർക്കൊപ്പം സമൂഹം കൈകോർക്കണം എന്നും പ്രകൃതിയുടെ മുന്നറിയിപ്പ് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേരുന്ന ജീവിതശൈലി സ്വീകരിക്കണമെന്നും മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ആഹ്വാനം ചെയ്തു. ബഹിരാകാശത്തെ പിച്ചവെച്ച് മലയാളം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ മലയാള യാത്രികൻ ഡോക്ടർ അനിൽ മേനോൻ ആദ്യ സ്പേസ് വാക്ക് നടത്തി. പരിചയസമ്പന്നയായ യാത്രിക ജെസിക്ക മേയറും കൂടെയുണ്ടായിരുന്നു. ജെസിക്കയുടെ 8ാമത്തെ നടത്തമായിരുന്നു വ്യാഴാഴ്ച നടന്നത്.
വൈകിട്ട് 6 കഴിഞ്ഞ് നിലയത്തിന് പുറത്തെത്തിയ യാത്രികർ പുതിയ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി പുറത്തുള്ള ഊർജ്ജ സംവിധാനങ്ങൾക്ക് മാറ്റം വരുത്തി. ശബരിമല നെയ് ക്രമക്കേട്. MJ സോജൻ SIT തലവൻ. ശബരിമലയിൽ മണ്ഡലകാലത്ത് മിൽമയിൽ നിന്ന് നെയ് വാങ്ങിയതിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണം അന്വേഷിക്കാൻ വിജിലൻസ് പ്രത്യേകാന്വേഷണ സംഘത്തിന് രൂപം നൽകി. ഇക്കാര്യം വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്ന് അദ്ദേഹം സമർപ്പിച്ച പട്ടികയിൽ നിന്ന് വിജിലൻസ് SIP MJ സോജനെ അന്വേഷണ സംഘത്തലവനായി ഹൈക്കോടതി തീരുമാനിച്ചു. നെയ് ക്രമക്കേടിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടത്താൻ നേരത്തെ ജസ്റ്റിസുമാരായ V. രാജ, വിജയരാഘവൻ, KV. ജയകുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. 5 അംഗങ്ങളാണ് വിജിലൻസ് SPക്കും പുറമെ ടീമിലുള്ളത്. വിജിലൻസ് DYSP CN ഹരിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. വിജിലൻസ് ഇൻസ്പെക്ടർമാരായ സജി ശങ്കർ SAS, ശ്രീജിത്ത് S, കിരൺ TR, രതീന്ദ്രകുമാർ PS എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ള മറ്റുള്ളവർ. വിജിലൻസ് ഡയറക്ടറുടെ മുൻകൂർ അനുമതിയില്ലാതെ മറ്റു ഉദ്യോഗസ്ഥരെ ആരും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തരുതെന്നും മനോജ് എബ്രഹാം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിജിലൻസ് എറണാകുളം സ്പെഷ്യൽ സെൽ SP-യാണ് MJ സോജൻ. അദ്ദേഹത്തിനു പുറമെ വിജിലൻസ് സതേൺ റേഞ്ച് SP ജുമനപ്പുടി മഹേഷ്, ഈസ്റ്റേൺ റേഞ്ച് SP R. ബിനു എന്നിവരുടെ പേരുകളാണ് വിജിലൻസ് ഡയറക്ടർ കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. മികവ് 2026 പുരസ്കാരങ്ങൾ വിതരണം. റിയാസ് ബിൻ ഷറഫിന് കേരളം ഐക്കോണിക് അവാർഡ്. കലാകാരന്മാർക്കും സിനിമ സീരിയൽ മേഖലയിലെ സാങ്കേതിക പ്രവർത്തകർക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകുന്ന ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ മികവ് 2026 പുരസ്കാരദാനവും കേരളം ഐക്കോണിക് അവാർഡ് 2026 വിതരണവും തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ നടന്നു. ജീവനായി മടക്കം. രാജേഷിന് കണ്ണീർ പ്രണാമം. ഇല്ലായ്മകളുടെ പ്രളയത്തിലും കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു രാജേഷ്. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയരക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിൻ്റെ ചേതനായ ശരീരം ബുധനാഴ്ച നേമം കല്ലിയൂരിലെ കിഴക്കേതേറ്റവിള വീട്ടിലെത്തിച്ചപ്പോൾ കുടുംബാംഗങ്ങളുടെ വേദനയും നിലവിളിയുമാണ് പൊട്ടിയൊഴുകി. മൂടിക്കെട്ടിയ മൃതദേഹത്തിൽ മുഖം പോലും വ്യക്തമായിരുന്നില്ല. അച്ഛൻ്റെ മുഖം കാണണമെന്ന് വാശി പിടിച്ചു കരയുന്ന മക്കൾക്ക് മുന്നിൽ സുഹൃത്തുക്കളും നാട്ടുകാരും സഹായരായി. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയ ശേഷം അപകടത്തിൽപ്പെട്ട രാജേഷിന് ബുധനാഴ്ച ജന്മനാട് ആദരവോടെ വിട നൽകി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. അവളെത്തി സഹസ്ര. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമം. കേസെടുത്തു പോലീസ്. ആക്കുളം കായൽ കേന്ദ്ര ഫണ്ടിൽ വെടിപ്പാക്കും. ടൂറിസം വികസനം ലക്ഷ്യം. ശ്രീനാരായണ ഗുരുജയന്തി. ഗുരുധർമ്മ പ്രചരണ സഭ 150 സമ്മേളനങ്ങൾ നടത്തും. വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്രം. ദുരിതബാധിതർക്കൊപ്പം കൈകോർക്കണം. പ്രകൃതിയുടെ മുന്നറിയിപ്പ് തിരിച്ചറിയണം. മാർത്തോമ മെത്രാപ്പോലിത്ത. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി ധൃതി TR 5C. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആര്? ഉത്തരം രാഹുൽ ഗാന്ധി. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. മാർത്തോമ സഭ പരമാധ്യക്ഷനാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരാഴ്ചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ. ശിവഗിരി HS റേഡിയോ.